ക്യൂൻസ് ലാൻഡിംഗ് എന്നായിരുന്നു ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 എപ്പിസോഡ് 2 ടൈറ്റിൽ. ഇതിനപ്പുറത്തേക്ക് വേറൊരു ടൈറ്റിൽ ഇവർക്ക് കൊടുക്കാനില്ല. അത്ര ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. ആ ഒരു എപ്പിസോഡിൽ മുഴുവനായിട്ട് കാണിച്ചത് ഫുൾ ഈ ഒരു കിങ്സ് ലാൻഡിങ്ങിന് ആ ഒരു റീടേക്കിംഗ് ആയിരുന്നു. ഇതേ സമയം എയിമുണ്ട് മറ്റേ ഹാരൻ ഹെല്ലിൽ പോയിട്ട് അവിടെയും റീടേക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. സോ കിങ്സ് ലാൻഡിങ് നേരെ റെനേറിയ വന്ന് അവിടെ ക്യൂനായിട്ട് അയൺ ത്രോണിൽ കയറിയിരിക്കുന്നത് വരെയായിരുന്നു ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കാണിച്ചത്. ആക്ച്വലി ദിസ് വാസ് ദ ഇൻറ്റൻറ്റഡ് സീരീസ് ഫിനാലെ അല്ലെങ്കിൽ സീസൺ ഫിനാലെ ഓഫ് സീസൺ 2 ഓഫ് ഹൗസ് ഓഫ് ഡ്രാഗൺ. കഴിഞ്ഞ സീസണിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല 10 എപ്പിസോഡുകളായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ബഡ്ജറ്റ് കൺസ്ട്രൻസ് കാരണം അവർ മാറ്റിയതാണ്. അതായത് ഈ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട സാധനം അവർക്ക് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അതിൽ എക്സ്ക്ലൂഡായി പോയത്. സോ ആക്ച്വലി അവർ 8 കഴിഞ്ഞ് 9 ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് കഴിഞ്ഞ് ഈ ഒരു ക്യൂൻസ് ലാൻഡിംഗ് എന്നുള്ള ഈ ഒരു എപ്പിസോഡായിരുന്നു സീസൺ 2 എൻഡിങ് അല്ലെങ്കിൽ സീസൺ ഫിനാലായിട്ട് കൊടുത്തിരുന്നെങ്കിൽ അതൊരു പീക്ക് സംഭവമായിരുന്നു. ആൻഡ് കഴിഞ്ഞ എപ്പിസോഡ് പോലെയല്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബാറ്റിൽ ഓഫ് ഗള്ളറ്റിലേക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്ററായിട്ട് കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ എവിടെയാണ്, ഏതൊക്കെ ലൊക്കേഷൻസിലാണ്, എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത്, ബാറ്റിൽ ഓഫ് ഗള്ളറ്റിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കാര്യങ്ങൾ കുറേ പറയാനുണ്ടായിരുന്നു. ഈ എപ്പിസോഡ് എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പ്രത്യേകിച്ച് നമുക്കിത് എക്സ്ട്രാ ഇതിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഹൗസ് ഓഫ് ഡ്രാഗൺ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും, ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കണ്ട എല്ലാവർക്കും പ്രോപ്പറായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് ഇവർ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റാമിൻ തേജോടെയൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, നല്ല ഒരു ഹൈ, നമുക്കിങ്ങനെ ഒരു എലിവേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുപോയി ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ബിൽഡ് ചെയ്ത് അവർ പ്രത്യേകിച്ച് ആ ഒരു കിങ്സ് ലാൻഡിങ്ങിലേക്ക് വന്ന് ഇതിനകത്ത് റെഡ് കീപ്പിനകത്ത് കയറും എന്നുള്ള സംഭവമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പൊളിയായിരുന്നു. സോ മൊത്തത്തിൽ ഈ ഒരു എൻ്റയർ സീരീസിൻ്റെ ആ ഒരു ടോട്ടൽ എപ്പിസോഡുകളിൽ വെച്ച് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എപ്പിസോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ടൈറ്റിൽ എഴുതി കാണിക്കുമല്ലോ. ആ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഇതിൽ മറ്റേ ബാറ്റിൽ ഓഫ് ഗള്ളറ്റിലെ കുറച്ച് ഇൻസിഡൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. കോർലിസ് വലേറിയൻ നമ്മുടെ ലാഹോറായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ഇതേപോലെ തന്നെ നമ്മുടെ ജെയ്സന്റെ മരണം. ഇത് രണ്ടും അതിൻ്റെ ആ ഒരു ടൈറ്റിൽ ഇൻട്രോയിൽ അത് ഇവരിങ്ങനെ ആഡ് ചെയ്ത് വരുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകളൊക്കെ തന്നെ കണ്ടതാണ്. ഈ ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈറ്റ് വാക്കേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ വന്ന വഴികളൊക്കെ തന്നെ ഈ വൈറ്റായി മാറും. ഈ ഐസ് വന്ന് അതായിരുന്നു നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടത്. അതേപോലെ തന്നെയാണ് ഇതിൽ ആ ഒരു ഇവൻറ്റ്സ് ഇവർ സ്റ്റിച്ച് ചെയ്താണ് ആ ഒരു ടെപ്പസ്ട്രി ഇവരിങ്ങനെ ഫുള്ളായിട്ട് കൊണ്ടുപോകുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ് നേരെ കാണിച്ചത് ആ ഒരു ബാറ്റിൽ ഓഫ് ഗള്ളറ്റിൻ്റെ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്താണ്. റെനേരയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നുള്ളത്. ജെയ്സൺ മരിച്ച് ജെയ്സിൻ്റെ ഡെഡ് ബോഡി ബെയിൽ തിരിച്ച് ഡ്രാഗൺ സ്റ്റോണിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വെച്ചിട്ടാണ് റെനേര ജെയ്സിൻ്റെ ഒരു ഡെഡ് ബോഡി കാണുന്നത്. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ കുറേ കാര്യങ്ങൾ അവർ ഗ്രഡ്ജും ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് റെനേരയ്ക്ക്. എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് ആയിരുന്നു നമ്മളോട് ഫുള്ളായിട്ട് കണ്ടത്. ദെൻ ഒരു അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ ഡെയ്മണ്ട് അടുത്ത് പറയുന്ന ഡയലോഗ് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ. ഇതെല്ലാം ചെയ്തത് ഇനിയിപ്പോൾ ഭാവിയിൽ മക്കളൊക്കെ അയൺ ത്രോണിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വേണ്ടി. പക്ഷേ ആരുമില്ല, ഒട്ടുമിക്ക എല്ലാ മക്കളും പോയി. ഈ ഉണ്ടായിരുന്ന 2 ഉണ്ട് ചെറുത്, അതിനെ പെൻഡോസിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മക്കളുടെ കൂടെ പോകാനായിരുന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വ്യാളത്തരം കാണിച്ചില്ലേ, മറ്റേ ഷീപ്പ് സ്റ്റില്ലറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന റെയ്ന. സോ റെയ്ന ആക്ച്വലി ഇതേപോലെ പെൻഡോസിലേക്ക് പോകേണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരിങ്ങനെ അതായത് റെനേരയുടെ അവസാനത്തെ 2 മക്കൾ, ഈ ഡെയ്മണിലുണ്ടായ അവസാനത്തെ 2 മക്കളായ എയ്ഗോൺ 2ഉം വിസേരിസ് 2 3 അങ്ങനെ വിസേരിസ് 2ഉം എയ്ഗോൺ 3ഉം അങ്ങനത്തെ 2 കുഞ്ഞി സാധനങ്ങൾ ഇവർ ആക്ച്വലി പെൻഡോസിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഈ ഒരു ട്രയാർക്ക് നേരെ വരുന്നതും ഇവർ പിടിച്ചിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു ബുക്കിൽ. പക്ഷേ ഇതിൽ അവരെവിടെ പോയെന്നൊന്നും പറയുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. പെൻഡോസിലേക്ക് അവർ പോയിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഒരു പക്ഷേ ഇവരുടെ കയ്യിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി ഒരു പക്ഷേ കാണിക്കാൻ പോകുന്നുണ്ടാവുള്ളൂ. അറ്റ് പ്രസൻറ്റ് റെനേരയുടെ അടുത്ത് ആരുമില്ല, മക്കളാരുമില്ല, എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. അവസാനത്തെ മൂത്ത മകനായി അവർ അടുത്ത അയൺ ത്രോണിൽ ഇരിക്കേണ്ട ആളെന്നൊക്കെ പറഞ്ഞ് റെനേരെ സെറ്റാക്കി വെച്ചിട്ടുള്ള മോനും കൂടി മരിച്ചപ്പോഴാണ് അവർ ഇമോഷൻസ് ഫുള്ളായിട്ട് റെനേരയോട് കാണിച്ചത് നമുക്ക്. then അത് കഴിഞ്ഞ് നേരെ നമ്മുടെ കോർലിസ് വലേറിയൻ, വലേറിയൻ ഫാമിലിയുടെ ഒരു വലേറിയോൺ അസംബിൾ ആയിരുന്നു നമ്മൾ കണ്ടതെന്ന് പറയാം. കാരണം എല്ലാവരും അവിടെ തിരിച്ചു വന്നു. കോർലിസ് തിരിച്ച് ചത്തിട്ടില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ചത്തിട്ടില്ല, ആ ക്യാരക്ടർ തിരിച്ചു വന്ന് ആ ക്യാരക്ടറിൻ്റെ മക്കൾ ദെൻ ബെയില, മറ്റേ മരുമോളല്ല പേരക്കുട്ടി ആണ് നമ്മുടെ ബെയില ടാർഗറിയൻ. ദെൻ 2 ബാസ്റ്റേഡ്സായ സൺസ്, ഒരു അലിനും ആഡവും. സോ ഇവരൊക്കെ തന്നെയുള്ള ഒരു റീയൂണിയൻ നമ്മൾ കണ്ടതാണ്. അവിടെ വെച്ച് മൂപ്പർ പറയുന്ന ഒരു ഡയലോഗ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ഇതാണ് ഫിക്ടറെങ്കിൽ ഇതെനിക്ക് വേണ്ട എന്നുള്ളൊരു സംഭവം അവർ പറയുന്നുണ്ടായിരുന്നു. അത് എൻ്റെയർ ആ ഒരു ബുക്കിൽ തന്നെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഡയലോഗ്സിലൊന്നായിരുന്നു ഈ ഒരു കോർലിസ് പറയുന്ന ഡയലോഗ്. കാരണം ആക്ച്വലി ബാറ്റിൽ ഓഫ് ഗള്ളറ്റിൽ അവർ ജയിച്ചു, പക്ഷേ ആളുടെ ഒട്ടുമിക്ക എല്ലാ ആർമിയും പിന്നെ ലോഹർ വന്ന് മൂപ്പരുടെ അവർ ടൗൺ മുഴുവനായിട്ട് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി
ആരും ജയിച്ചിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. അതുകൊണ്ടാണ് വലേറിയൻ, നമ്മുടെ കോർലിസ് വലേറിയൻ ആ ഡയലോഗ് അടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നേരെ കാണിച്ചത് വെയിലായിരുന്നു. വെയിലിലേക്ക് റെയിന് തിരിച്ചു വന്നു. അതായത് നമ്മുടെ ബാറ്റിൽ ഓഫ് ഗള്ളറ്റിൽ വെച്ച് ഒരാവശ്യമില്ലാതെ ഈ ഷീപ്പ് സ്റ്റീലർ, വൈൽഡ് ഡ്രാഗണായ ഷീപ്പ് സ്റ്റീലറിനെ കൊണ്ട് വ്യാളിത്തരം കാണിച്ച് ജെയ്സിനെയും കൊലക്ക് കൊടുത്ത് അവസാനം തിരിച്ച് വെയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബെയിലല്ല, റെയ്ന. സോ റെയ്ന ആക്ച്വലി ഈ പറഞ്ഞ ഇതിനു മുമ്പ് റെയ്നേൻ്റെ അടുത്ത് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ പറഞ്ഞ നേരത്തെ റെയ്നേരയുടെ 2 മക്കൾ വിസേരിസും ഐഗോണും. പെൻഡോസിലേക്ക് ഇവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു റെയ്നേനോട് പറഞ്ഞത്. റെയ്ന അവിടെ നിന്നാണ് ചാടിപ്പോയിട്ട് ഈ പറയുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യണ്ടേന്ന് പറഞ്ഞ് ഷീപ്പ് സ്റ്റില്ലറിനെ കണ്ടുപിടിച്ച് ഒരു ഡ്രാഗൺ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയത്. പക്ഷേ അവിടെ വെയിൽ ഭരിക്കുന്ന ജെയിനാരിന് പണ്ട് മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഡ്രാഗൺ വേണമെന്നുള്ളത്. ആക്ച്വലി എനിക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ഡ്രാഗൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഐ തിങ്ക് ഒരു കുഞ്ഞ് ഡ്രാഗണയോ അല്ലെങ്കിൽ ഡ്രാഗൻ്റെ മുട്ടയോ അങ്ങനെ എന്തൊക്കെയാണ് കൊടുത്തു വിട്ടത്. സോ ആക്ച്വലി വെയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാണ് ഈ ജെയിനാരെന്ന് പറഞ്ഞ് ഇപ്പോൾ വെയിൽ ഭരിക്കുന്ന ആൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഷീപ്പ് സ്റ്റീലറായിട്ടാണ് ഈ റെയ്ന വന്നത്. ആക്ച്വലി റെയ്നയെ ഹണ്ട് ചെയ്യും. റെയ്നയെ എവിടെയാണെങ്കിലും റെയ്നേനെ കണ്ട വഴി ഓട്ടിച്ച് കടിച്ച് തിന്നുന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഈ ജെയിനാരിനും അറിയാം. പക്ഷേ ഈ ഷീപ്പ് സ്റ്റീലറിനെ കൊണ്ടുണ്ട്. ഷീപ്പ് സ്റ്റീലറിനെ വെച്ച് ഞാൻ പ്രൊട്ടക്ഷൻ തരാം, അല്ലെങ്കിൽ വെയിലിനൊരു പ്രൊട്ടക്ഷൻ തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കായിരുന്നു ഈ ആക്ച്വലി ജെയിനാരി. പക്ഷേ കാസിലിൽ നിർത്തില്ല, കൊട്ടാരത്തിൻ്റെ പരിസരത്ത് നിർത്തില്ല. വെയിൽ ഭയങ്കര വലുതാണ്. അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഈ ഷീപ്പ് സ്റ്റീലർ അവിടെ തന്നെയാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ നോക്കുന്ന സമയത്ത് ഈ റൈഡർ ആരാന്നും കണ്ടുപിടിച്ചിട്ടില്ല. അത് ഈ എപ്പിസോഡിൽ പിന്നെ പറയുന്നുമുണ്ട്. അതായത് മറ്റേ ബെയില, റെയ്നയുടെ സിസ്റ്ററായി ബെയില പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ റെയ്നേരോട്, ഏതോ ഒരാൾ വന്നിട്ടുണ്ട്, അതായത് ഒരു റൈഡർ ഉണ്ട് ഷീപ്പ് സ്റ്റീലറിൻ്റെ അടുത്ത്, വൈൽഡ് ഡ്രാഗൺ ആണ്. വൈൽഡ് ഡ്രാഗൺ അങ്ങനെ ടൈം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഈ വൈൽഡ് ഡ്രാഗൺ കാരണമാണ് ജെയ്സ് മരിച്ചത്. പക്ഷേ ആരാ റൈഡർ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ്. സോ വൈൽഡ് ഡ്രാഗൺ തിരിച്ച് വെയിലിൽ തന്നെ ഉണ്ടായിരുന്ന ഡ്രാഗണായിരുന്നു ഈ ഒരു ഷീപ്പ് സ്റ്റീലർ. സോ അത് തിരിച്ച് ഈ ഒരു ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ വന്നു. സോ പുറത്തുനിന്ന് ആരെങ്കിലും നോക്കുമ്പോൾ വലിയ സംശയമൊന്നുമില്ല, ആ ഡ്രാഗൺ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ആ റൈഡറും അതിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ റെയ്ന വെയിലുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു സീക്വൻസുകൾ നിർത്തിയത്. പിന്നെ നേരെ കാണിച്ചത് ഡെയ്മണെ ആയിരുന്നു. ഈ ഒരു ജെയ്സിൻ്റെ മരണം ഇവർ അറിയുന്ന അല്ലെങ്കിൽ ഡെയ്മണ്. ആക്ച്വലി ഇപ്പോൾ ഡെയ്മൺ ഉള്ളത് റിഫറൻസിലാണ്. ഇപ്പോൾ മറ്റ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടതാണ്, മറ്റേ സ്റ്റാർക്ക് ആർമി, മറ്റേ വിൻഡർ വുൾസ് ആർമിയൊക്കെ വന്ന് ഇവർ ലാനിസ്റ്റേഴ്സിനെതിരെ അവിടെ അവർ റിഫറൻസിലുള്ള മറ്റ് ലോഡ്സൊക്കെ ആയിട്ട്, ഇപ്പോൾ ഈ ടള്ളി അങ്ങനത്തെ ഫാമിലീസൊക്കെ ആയിട്ട് കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഈ ലാനിസ്റ്റേഴ്സിനെതിരെ അവർ യുദ്ധം ചെയ്യുന്നത്. സോ അങ്ങനെ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഡെയ്മണെയാണ് കാണിച്ചത്. ആക്ച്വലി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു എപ്പിസോഡിൽ ഒരു പാട്ട് പാടുന്നുണ്ട്, ഫിഷ് ഫീഡ് എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി ഈ ഒരു ബുക്കിൽ തന്നെ ഒരു വലിയ ബാറ്റിലാണ്. അതായത് നമ്മളിപ്പോൾ ഈ നേവൽ ബാറ്റിലൊക്കെ നമ്മൾ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് കണ്ട പോലെ തന്നെ ഈ ഒരു ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ ലാൻഡ് ബാറ്റിൽ ഒന്നായിരുന്നു ഈ ബാറ്റിൽ ബൈ ലേക്ക് ഷോർ എന്ന് പറഞ്ഞൊരു സാധനം. ഈ ഒരു ഗോഡ്സൈ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാരൻഹെല്ലിനടുത്ത് ഗോഡ്സൈ എന്ന് പറഞ്ഞ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിനടുത്താണ് ഈ പറയുന്ന ഐൽ ഓഫ് ഫേസസ് എന്ന് പറഞ്ഞ സ്ഥലം. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഈ നമ്മുടെ 3 ആൾക്കാരുണ്ടായിരുന്നല്ലോ, മറ്റേ ഡ്രാഗൺ സീഡ്സ്, നമ്മുടെ ആഡം ഹള്ളും ആ ചങ്ങായിമാരൊക്കെ 3 പേരും ഡ്രാഗണെ വെച്ച് വെയിറ്റ് ചെയ്ത് നിന്ന സ്ഥലം ഈ ഐൽ ഓഫ് ഫേസസ് ആയിരുന്നു. ഈ ഐൽ ഓഫ് ഫേസസിന് ചുറ്റുമാണ് ഈ പറയുന്ന ഗോഡ്സൈ എന്ന് പറഞ്ഞ ഒരു ലേക്ക് ഉള്ളത്. ഈ ലേക്കിൻ്റെ ഷോറിൽ, ഈ ലേക്കിൻ്റെ അറ്റത്ത് വെച്ച് ലാനിസ്റ്റർ ആർമീനെ പല ഭാഗങ്ങളിലായിട്ട് ഇവർ വന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ബ്ലാക്സ്. അതായത് റെയ്നയുടെ ആർമി, ഡെയ്മൺ നയിക്കുന്ന ആർമി. സോ റിവറൻസ് ഒരു സൈഡിൽ കൂടെ, ടള്ളീസ് ഒരു സൈഡിൽ കൂടെ, ഈ പറയുന്ന ടാർഗറിൻസ് ഒരു സൈഡിൽ കൂടെ എല്ലാവരും കൂടി വന്ന് കോർണർ ചെയ്ത് ഈ ഒരു ലേക്കിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തിയിട്ടുള്ള ഒരു ബാറ്റിലായിരുന്നു. അതുകൊണ്ടാണ് അതിന് ബാറ്റിൽ ബൈ ലേക്ക് ഷോർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് മുങ്ങി മരിച്ചു. ഇവർ കുറേ പേരെ മുക്കി കൊന്നു, കുറേ പേരെ കൊന്നു തെളി. അങ്ങനെ അതായത് ഫിഷ് ഫീഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്ര ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലേക്കിന് ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്ന മീനുകൾക്കെല്ലാം തീറ്റയാക്കി ഈ ലാനിസ്റ്റേഴ്സിനൊക്കെ. അങ്ങനെയുള്ള സിറ്റുവേഷൻ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഇവരിവിടെ നിൽക്കുന്നത്, ഈ പാട്ടൊക്കെ പാടുന്നത്. സോ ഇത് ആക്ച്വലി ഈ ഒരു ബാറ്റിൽ കഴിഞ്ഞ് അവരെ എൻജോയ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്, അവരെ പാട്ടൊക്കെ പാടിയിട്ട് അർമാദിക്കുന്നൊരു സിറ്റുവേഷനാണ് നമുക്ക് കാണിച്ചത്. അങ്ങനെയൊരു സമയത്താണ് ഡെയ്മൺ ഈ ഒരു വാർത്ത എത്തുന്നത്, ഈ ജെയ്സ് തീർന്നു, സോ തിരിച്ച് ഡ്രാഗൺ സ്റ്റോണിലേക്ക് വരണം, ഇപ്പം തന്നെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് അവർ പോവാണെന്ന് പറഞ്ഞിട്ട്. സോ അപ്പം തന്നെ ഡെയ്മൺ തിരിച്ച് കുറേ കാലമായി, അതായത് ഹാരൻഹെല്ലിൽ വന്നിട്ട് കുറേ ആയി. നമ്മളിപ്പോൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ്, ഹാരൻഹെല്ലിൽ ആ ചങ്ങായി സ്റ്റക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു വിച്ച് ക്യാരക്ടർ ഉണ്ടല്ലോ, ആലിസ് റിവേഴ്സ്, ആ ഒരു ആലിസ് റിവേഴ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു വിഷൻ കൊടുത്ത് ഈ ഒരു സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ, ഈ ഒരു ഡെയ്മണിൻ്റെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. ഈ ഡെയ്മൺ ഒരു വിഷൻ കിട്ടും, ഈ ഒരു വിസേരിസ് പറഞ്ഞ കാര്യം, ഈ നൈറ്റ് കിങ് വരുന്ന പരിപാടിയും, ഒരു ടാർഗേറിയൻ ആയിരിക്കണം അയൺ ത്രോണിൽ ഇരിക്കേണ്ടത് എന്നുള്ളതും. ദെൻ ഡൈനേരിസിനെയൊക്കെ ഒരു വിഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു 3 ഡ്രാഗൺ കുഞ്ഞിനെ ഡൈനേരിസിനെ എടുക്കുന്ന ആ ഒരു സീസൺ 1 ഹൗസ് ഓഫ് ദ ഡ്രാഗണിൻ്റെ അവസാനത്തെ എപ്പിസോഡ്.
ഒരു എൻഡിങ് സാധനം. അത് ആക്ച്വലി ഒരു വിഷനിൽ കൂടെ നമ്മൾ ഡെയ്മൺ കാണുന്നത് കണ്ടായിരുന്നു. സോ അതിനൊക്കെ ശേഷം റിഫറൻസിൽ വന്ന് ഫൈറ്റ് ചെയ്യുന്നു നിൽക്കുന്ന ഒരു സമയത്താണ് ഡെയ്മൺ ഈ ഒരു വാർത്ത വരുന്നു, തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. സോ ആലിസ് റിവേഴ്സുമായിട്ട് അവസാനമായിട്ട് ഒരു കൂടിക്കാഴ്ച കൂടി നടത്തുന്നുണ്ടായിരുന്നു. കറാക്സസ് ഒക്കെ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ആ ഒരു സീനിൽ. സോ ആലിസ് റിവേഴ്സ് പറയുന്നത് എനിക്ക് ഹാരൻ ഹെൽ വേണമെന്നാണ്. പക്ഷേ ആലിസ് റിവേഴ്സ് ആരുമല്ല, ജസ്റ്റ് ഒരു വിച്ചാണ്, ഒരു മെയ്ഡൻ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ക്യാരക്ടർ ഒന്നുമല്ല ഒരാളുടെ പ്രത്യേകിച്ച് ഭാര്യ ഒരു നോബിൾ വുമണോ ഒന്നുമല്ല. സോ വെറുതെ അങ്ങനെ ഒരു പദവിയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുമായിരുന്നു നമ്മുടെ ഡെയ്മൺ. പക്ഷെ ആ ഒരു ക്യാരക്ടറിന് അപ്പം തന്നെ ഒരു ഗ്രഡ്ജ് ഉണ്ട്. സോ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ഡെയ്മൺ ഇങ്ങനെ ആളെ ഒഴിവാക്കി എന്ന് പറഞ്ഞതിൻ്റെ കൂടി ഗ്രഡ്ജും കൂടി വെച്ചിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ഇത് കഴിഞ്ഞ് നമ്മളെ എയ്മണ്ടിനെ കണ്ടുമുട്ടുന്നത് എന്നുള്ളത് നമുക്ക് അവസാനം പറയാം. സോ അങ്ങനെയാണ് ആലിസ് റിവേഴ്സിൻ്റെ ആ ഒരു ചാപ്റ്റർ അവിടെ കൊണ്ട് നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്തതിൻ്റെ അവസാനം സോ ഡെയ്മൺ തിരിച്ച് പിന്നെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വരും. ഇവിടെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡ്രാഗൺ സീഡ്സ് ഉണ്ട്, ഈ പറയുന്ന ആഡം ഹള്ളും മറ്റേ ആ ചങ്ങായിമാരൊക്കെ ഉണ്ട്. ഇവരെ ഈ ഡെയ്മണ് പറ്റൂല. കാരണം ആക്ച്വലി ഇവർ ഈ ഒരു ടാർഗേറിയൻ ബാസ്റ്റേഡ്സ് ആണ്. അതായത് മൂപ്പറുടെ അച്ഛൻ്റെയും മൂപ്പറുടെ അപ്പൂപ്പൻ്റെ ഒക്കെ തന്നെ, അതായത് ഡെയ്മണ്ട് അച്ഛനായ നമ്മുടെ ബെയിലോണ്ടൊക്കെ തന്നെ ബാസ്റ്റേഡ്സ് ആയിട്ടുള്ളവരാണ് ഈ നിൽക്കുന്ന ഈ ചങ്ങായിമാരൊക്കെ. സോ അവരും ആക്ച്വലി വേണമെങ്കിൽ അയൺ ത്രോണിൽ ഒരു കണ്ടൻറ്റേഴ്സാണ്. സോ അങ്ങനെ മൊത്തത്തിൽ ഡെയ്മൺ ഈ ചങ്ങായിമാരൊന്നും പറ്റില്ല. ഓൾറെഡി ഹാരൻ ഹെല്ലിൽ നിൽക്കാൻ പറഞ്ഞത് അത് കേട്ടുമില്ല. സോ അങ്ങനെ അവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റും കഴിഞ്ഞ് അത് കഴിഞ്ഞ് നേരെ മൈസേരിനെ കണ്ടുപിട്ടുന്നുണ്ട്. മൈസേരി ഫസ്റ്റ് സീസണിൽ കണ്ടതാണ് ഈ ഒരു ഡെയ്മണ്ട് കൂടെ ഉള്ളൊരു ക്യാരക്ടറായിട്ട്. പിന്നെ ഡെയ്മണ്ട് ചാമ്പിയതാണ്, പക്ഷേ ഒരു തരത്തിൽ രക്ഷപ്പെട്ടിട്ടാണ് ഇപ്പോൾ റെനേരയുടെ കൂടെ ഉള്ളത്. ആക്ച്വലി റെനേരയുടെ ഒരു വേറെ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് മൈസേരിയ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ തന്നെ കണ്ടതാണ്. സോ അതും ഡെയ്മണ്ട് പറ്റില്ല. then അത് കഴിഞ്ഞിട്ടാണ് റെനേരനെ കാണുന്നത്. റെനേരയോട് പക്ഷേ ഉള്ള കാര്യം പറയും. ആദ്യമൊക്കെ കുറച്ച് തരികടി ആയിരുന്നു, തരികടി ആയിരുന്നു നമ്മുടെ ഡെയ്മണ്ട്. പക്ഷേ ആ ഒരു വിഷം കിട്ടി. റെനേരയാണ് അയൺ ത്രോണിൽ ഇരിക്കേണ്ടത്, ഒരു ടാർഗറിയാണ് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ നൈറ്റ് കിങ് വന്ന് വൈറ്റ് വാക്കേഴ്സ് വന്ന് ചാമ്പും എന്നുള്ളൊരു വിഷൻ കിട്ടിത്തം. ആ ഒരു സോങ് ഓഫ് ഐസ് ആൻഡ് ഫയറിൻ്റെ കാര്യമൊക്കെ കുറിച്ച് മൂപ്പർ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവർ നേരെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോകാൻ നിൽക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ലാരി സ്ട്രോങ്ങും എയ്മണ്ടും എയ്ഗോൺ, ഈ രാജാവായിട്ടുണ്ടായിരുന്ന എയ്ഗോൺ, നമ്മുടെ മറ്റേ എയ്മണ്ട് ചാമ്പിയത് വേഗാർ വെച്ച് കരിയിച്ച് വിട്ട നമ്മുടെ എയ്ഗോൺ, ഇവർ രണ്ടുപേരും കൂടി രക്ഷപ്പെട്ട് പോണ വഴിക്ക് റെനേരയുടെ ആർമിയുടെ അടുത്ത് വന്ന് പെട്ടു. അവർ നേരെ ഈ എപ്പിസോഡിൽ അവരുടെ ഒരു ക്യാരേജ് പോകുന്ന വഴിക്ക് ഈ റെനേരയുടെ ആർമി ഡയറക്റ്റായിട്ട് മറ്റേ ലോഹറിൻ്റെ ഇല്ലേ മറ്റേ ട്രയാർക്കി ആർമിയായിട്ട് കൂട്ടിമുട്ടുക. അവർ തമ്മിലുള്ള ഫൈറ്റാണ് അവിടെ നമ്മൾ കണ്ടത്. അത് ഏത് ആർമിയിൽ നിന്നൊന്നും പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ആ ഒരു യൂണിഫോം ഒക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കും ഒരു ട്രയാർക്കി ആയിട്ടാണ് ഇവർ റെനേരയുടെ ആർമി ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി ഗ്രീൻസിൻ്റെ കൂടെയാണ് ട്രയാർക്കി. ഇപ്പോൾ ട്രയാർക്കി അങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാവരും ബാറ്റിൽ ഓഫ് വിളജിൽ തീർന്നിട്ടൊന്നുമില്ല, കുറേ പേരൊക്കെ പല സ്ഥലത്തു കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്തവരാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയതും. ആ ഒരു അറ്റാക്കിൻ്റെ ഇടയിലാണ് എയ്ഗോൺ രക്ഷപ്പെടുന്നത്. ആക്ച്വലി ഈ എയ്ഗോണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലാരിസിന് ഡെസ്കൻഡയിലേക്ക് പോകണമെന്നായിരുന്നു. പക്ഷേ എയ്ഗോൺ പോകുന്നത് ഇപ്പോൾ റൂക്സ് റെസ്റ്റിലേക്കാണ്. ഈ റൂക്സ് റെസ്റ്റിൽ മറ്റേ ക്രിസ്ത്യൻ കോൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പർ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത്. ഈ കൂട്ടത്തിൽ ആകെ മൂപ്പർക്ക് ആകെ വിശ്വസിക്കാൻ പറ്റുന്നത് ഒരു ആകെ നമ്പാൻ പറ്റുന്നത് ക്രിസ്ത്യൻ കോളിനെയാണ്. കാരണം എയ്മണ്ട് അടക്കം മൂപ്പരെ കൊല്ലാൻ നോക്കുകയാണ്. അവിടെ ഉള്ള എല്ലാവരും ഏട്ടം വല്ല എല്ലാവരും മൂപ്പരെ കൊല്ലാൻ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. സോ അങ്ങനെയുള്ളപ്പോൾ എയ്ഗോൺ ആകെ വിശ്വാസം ഈ ക്രിസ്ത്യൻ കോളിനെയാണ്. ക്രിസ്ത്യൻ കോളിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് റൂക്സ് റെസ്റ്റിലേക്ക് പോകുന്നത്. കാരണം അവസാനം ക്രിസ്ത്യൻ കോളിനെ കണ്ട ലാസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചാണ്. ഈ റൂക്സ് റെസ്റ്റിൽ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ എയ്ഗോണിൻ്റെ ഡ്രാഗൺ മറ്റേ സൺഫയർ അതും അവിടെയുണ്ട്. മറ്റേ കഴിഞ്ഞ സീസണിൽ ഈ റെയിനിയായിട്ട് നടത്തിയ ആ ഒരു ട്രിപ്പിൾ ബാറ്റിൽ, അവർ വേഗാറും ഈ ഒരു റെയിനിയുടെ ഡ്രാഗണും ഈ സൺഫയർ നമ്മുടെ എയ്ഗോണിൻ്റെ ഡ്രാഗണും 3 പേരും കൂടി നടത്തിയ ആ ഒരു അടിയുടെ അവസാനം ഈ സൺഫയർ നിലത്തേക്ക് പോയിട്ട് നമ്മുടെ റൂക്സ് റെസ്റ്റിൽ അവിടെ വീണിട്ട് ബേണായി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടത്. പക്ഷേ ആ ഒരു ഡ്രാഗൺ മരിച്ചോ ഇല്ലയോ എന്നൊന്നും പറയുന്നില്ല. ആക്ച്വലി അവരുടെ ഡ്രാഗൺ അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ ക്രിസ്ത്യൻ കോളും അവിടെ ഉണ്ട്. സോ ഇത് രണ്ടും കൂടി കണക്ക് കൂട്ടിയിട്ടാണ് എയ്ഗോൺ അവിടേക്ക് പോകുന്ന കുറച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് നേരെ ഒരു കിങ്സ് ലാൻഡിങ്ങിലെ സാക്കിംഗ് ആയിരുന്നു കണ്ടത്. കിങ്സ് ലാൻഡിങ് അല്ല, ആക്ച്വലി ക്യൂൻസ് ലാൻഡിങ്. സോ ലിറ്ററലി ക്യൂൻസ് ലാൻഡിങ്. റെനേരിയ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് നല്ല ആളുടെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആളുടെ സ്വന്തമായിട്ടുള്ള അയൺ ത്രോണിന് റീക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് റെനേറി വരുന്നത്. ഇതിനു മുമ്പ് പലരും കുറേ കാലം മുമ്പ് അവിടെ ഡ്രാഗൺസ് സ്ഥിരമാണ്. ഇപ്പോൾ റെനേറി അതിന് മുമ്പിൽ കൂടെ ഒക്കെ മേളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതൊക്കെ സ്ഥിരമായിട്ട് അവിടെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം റെനേറി വരുന്നത്
അവർ സിവിൽ വാർ തുടങ്ങിക്കഴിഞ്ഞിട്ട് ആൾക്കാർ ഇതിന് ഓരോ ഡ്രാഗണെ കാണുമ്പോഴൊക്കെ ഇവർക്ക് പേടിയാണ്. ഇവർക്ക് ആക്ച്വലി നമ്മൾ ഡെനേരസ് ഒക്കെ ചെയ്ത് കണ്ടാണ് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ അവസാന സീസണിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് ലാസ്റ്റ് സീസണിലൊക്കെ. സോ ഈ ടാർഗെറ്റ്സിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആരെ എങ്ങനെ പ്രതികരിക്കാമെന്നൊന്നും അറിയില്ല. സോ അങ്ങനെയുള്ളൊരു പ്രശ്നം, അങ്ങനെയുള്ളൊരു പേടിയൊക്കെ കിങ്സ് ലാൻഡിങ്ങിലുള്ള ആൾക്കാരുടെ ഫേസസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സീക്വൻസുകളൊക്കെ തന്നെ. ആൻഡ് ഒരു ബ്ലഡ് ഷെഡ് ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി എലിസൻറ്റ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ആയിട്ട്. ഇവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടിയ, ഈ റെനേറിയും എലിസൻറ്റും കൂടി കണ്ടുമുട്ടി അപ്പോൾ തൊട്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എലിസൻറ്റ് ഈ ഡോർ ഫുൾ ഓപ്പൺ ചെയ്ത് വിടാം. സോ എലിസൻറ്റ് അവിടെ എന്തൊക്കെ ചെയ്യുന്നു, ആക്ച്വലി ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ കുറച്ച് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടറിന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ ഐ തിങ്ക് ബുക്സിലൊക്കെ ആലിസെൻ്റ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തൊന്നും അലിസെൻറ്റിൻ്റെ പിക്ചറിലേ ഇല്ല. റെനേറെ വന്ന് ക്ലെയിം ചെയ്യുന്നുള്ള സെറ്റപ്പ് തന്നെയാണ്. കാരണം അവിടെ ആരുമില്ല. എയ്മണ്ട് പോയി, എയ്മണ്ട് ഹാരൻഹെല്ലിലേക്ക് പോയി, എയ്മണ്ട് ഹാരൻഹെല്ലിലേക്ക് അയക്കുന്നത് എലിസെൻ്റ് ആണ്. അതിൻ്റെ പുറകിലുള്ള സിറ്റുവേഷൻസൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടതാണ്. സോ എലിസെൻ്റ് കുറേ കഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആക്ച്വലി ആ ഒരു ക്യാരക്ടറിൻ്റെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കൂടി ഒരു ചേഞ്ച് വരാനൊക്കെ കുറേ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കും. കാരണം ഇതിൻ്റെ അവസാനം നമ്മൾ കണ്ടതാണ് ഓട്ടോ ഹൈറ്റവർ സ്വന്തം അച്ഛനെ റെനേറെ കൊന്നിട്ടാണ് ആയത്തിനുള്ളിൽ കയറി ഇരിക്കുന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ കണ്ടതാണ്. സോ അങ്ങനെ എലിസെൻ്റിൻ്റെ ഒരു ത്രെഡും ഇതിൽ കൊണ്ട് നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ റെനേറിയ കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരുന്ന അതേ സമയത്ത് എയ്മണ്ട് ഹാരൻഹെല്ലിലേക്ക് പോയിക്കായിരുന്നു. എലിസെൻ്റ് പുറത്താണ് പോയത്. സോ എയ്മണ്ട് ഹാരൻഹെല്ലിൽ പോയിട്ട് ഹാരൻഹെല്ല് മൂപ്പര് ക്ലെയിം ചെയ്തു ഒറ്റയ്ക്ക്. ഇത് 3-4 ഡ്രാഗണൊന്നുമില്ല, വേഗാർന്ന് ഒരൊറ്റ ഡ്രാഗണും ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല. ആക്ച്വലി ക്രിസ്ത്യൻ കോളൊക്കെ ഈ പറന്നു പോകുന്ന കണ്ടങ്ങ് നോക്കി നിൽക്കലേ മാത്രമേ ഉള്ളൂ. അവിടെ എത്തുമ്പോഴേക്കാണ് ഈ ചങ്ങായി ഇത് കയറി അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും പൊളിച്ച് വേഗറൊക്കെ അങ്ങോട്ട് കരിയിച്ച് വിട്ട് നമ്മൾ കണ്ടു. ആക്ച്വലി ഹാരൻഹെല്ല് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു കാസിൽ തന്നെ അങ്ങനെ കരിഞ്ഞ് നിൽക്കണമെന്ന് കാരണം വേറെ ഡ്രാഗനാണ് നമ്മുടെ എയ്ഗോൺ, ഫസ്റ്റത്തെ എയ്ഗോൺ. അതെങ്ങനെ സംഭവം എന്നൊക്കെ ഞാൻ മറ്റേ ഹിസ്റ്ററി ഓഫ് വെസ്റ്ററോസ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു KGF സ്റ്റൈലിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹാരൻഹെല്ല് എങ്ങനെയാണ് ഇങ്ങനെ കരിഞ്ഞു പോയത് എന്നൊക്കെ. സോ ഹാരൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ആള് ഇതുപോലെ ഈ എയ്ഗോൺ കോൺകുറയും വന്ന സമയത്ത് അവിടെ കയറി അടച്ചിട്ടു, ഈ എൻ്റെ കല്ലുരുകില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ബാക്കിയുള്ളതൊക്കെ ഈ ചെറിയ ചെറിയ കാസൽസാണ്, മൂപ്പര് ഇങ്ങനെ കല്ലിലുണ്ടാക്കിയ സാധനമാണ്. പക്ഷേ എയ്ഗോണിൻ്റെ ഡ്രാഗൺ പൊളിച്ച് വിട്ട് കരിയിച്ച് വിട്ടതാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ആ ഹാരൻഹെല്ല്. ഈ ഹാരൻഹെല്ല് നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ സീക്വൻസിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ മറ്റേ ആര്യ സ്റ്റാർക്കൊക്കെ ഈ മറ്റേ ചങ്ങയില്ല, മറ്റേ ലാനിസ്റ്റേഴ്സിൻ്റെ ആ മൂപ്പറുടെ അച്ഛൻ, പേര് മറന്നുപോയി. സോ അവിടെ അതായത് ആര്യ കുറേ കാലം പെട്ട് കിടക്കുന്ന ഈ ഹാരൻഹെല്ലിലൊക്കെ ആയിരുന്നു. സോ അങ്ങനെ ഹാരൻഹെല്ലിൽ കുറേ ഹിസ്റ്ററി ഉണ്ട്, കുറേ ഡീറ്റെയിൽ ആയിട്ട് കുറേ പറയാനുണ്ട് അതിനെപ്പറ്റി. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്ത പോലെയാണ്. ഹാരൻഹെല്ലിലേക്ക് പിന്നെ ഒരു ഡ്രാഗൺ വന്ന്, കുറേ ഡ്രാഗൺസ് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് കാരാക്സസുമായിട്ട് നമ്മുടെ ടൈം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാഗാർ എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ ആ ഉണ്ടായിരുന്ന ആ ഒരു കോണ്ടിനെൻറ്റിലെ ഏറ്റവും വലിയ ഡ്രാഗണാണ്. സോ അത് വന്ന് ആക്ച്വലി പണ്ട് എന്താണോ എയ്ഗോൺ ചെയ്തത് അതേപോലെ തന്നെയാണ് ആക്ച്വലി ഇപ്പോൾ എയ്മണ്ട് ചെയ്യുന്നതെന്ന് കാണിച്ചാണ്. പക്ഷേ എയ്മണ്ടിൻ്റെ ആർമറൊക്കെ അവിടെ കാണിച്ചത് പൊളി സാധനം. അതിപ്പോൾ വിഷ്വലി സ്ട്രൈക്കിങ് കാണുമ്പോഴല്ല, അതിൻ്റെ കൂടെ ഈ സൗണ്ട് ഡിസൈനൊക്കെ ഉണ്ടല്ലോ, ഈ ആർമറിൻ്റെ കുഞ്ഞ് ഈ ക്ലിങ്ങിങ് സൗണ്ടും അതിൻ്റെ ആ ഒരു ഡിസൈനും അതിൻ്റെ ഷേപ്പും ഡീറ്റെയിലി പൊളി. ഈ വാളിലുള്ളതും ഇവരുടെയൊക്കെ തന്നെ മറ്റേ വലേറിയൻ സ്റ്റീലൊക്കെ തന്നെയാണ്. അതിലുള്ള ആ ഒരു ഡീറ്റെയിലിങ്ങും ആർമറിലുള്ള ഡീറ്റെയിലിങ്ങൊക്കെ പെടയായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു എപ്പിസോഡിലൊക്കെ തന്നെ. ദെൻ അവിടെ വെച്ച് ഒരു കുത്തും കിട്ടി. ആലിസ് റിവേഴ്സിന് മുമ്പിൽ എയ്മണ്ട് കിടക്കുന്നതായിട്ടാണ് കാണിച്ചത്. എയ്മണ്ട് അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും പെട്ടെന്നൊന്നും തിരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ആലിസ് റിവേഴ്സിനെ കണ്ടുകിട്ടുന്നുണ്ട്. ഇപ്പോൾ ആലിസ് റിവേഴ്സ് ഈ പറഞ്ഞ പോലെ ഡെയ്മൺ എങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ ഫുള്ളായിട്ട് അവിടെ ഇങ്ങനെ മയക്കി ഇങ്ങനെ കിറുക്കി നിർത്തിയത്, അതേപോലെ കുറച്ച് നിർത്താനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് കിങ്സ് ലാൻഡിങ്ങിൻ്റെ ഹാക്കിങ് കാണിച്ചത്. കിങ്സ് ലാൻഡിങ്ങിലേക്ക് നമ്മുടെ റെനേറെ ടാർഗറിയൻ വന്നു, ക്യൂൻസ് ലാൻഡിങ് നടത്തി. അവിടെ ഉണ്ടായിരുന്ന എല്ലാം തൂത്തെടുത്തു. ആദ്യം തന്നെ നോക്കിയത് എയ്ഗോണെയാണ്. എയ്ഗോണ് കിട്ടിയില്ല. എയ്ഗോൺ അപ്പോഴേക്കും കണ്ട വഴി വിട്ടിട്ട് നമ്മൾ കണ്ടാണ്. പക്ഷേ ഡെയ്മൻ്റെ കയ്യിൽ ഓട്ടോ ഹൈറ്റവർ വിടും. ആക്ച്വലി ഓട്ടോ ഹൈറ്റവർ അവിടെ ഉള്ള കാര്യം അലിസെൻറ്റിന് പോലും അറിയില്ല, ഇപ്പോഴാണ് അറിഞ്ഞത്. ഓട്ടോനെ വന്നു, ഓട്ടോനെ സ്പോട്ടിൽ കൊന്ന് നമ്മുടെ റെനേറിയ കൊന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ മറ്റേ എലിസെൻ്റ് വന്ന് കാണുന്നതൊക്കെ തന്നെ. അത് കഴിഞ്ഞിട്ടാണ് റെനേറിയ ഈ ഒരു ബ്ലഡ് ഷെഡൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഈ ഒരു ഓട്ടോൻ്റെ ബ്ലഡ് ചവിട്ടി പോകുന്ന ഒരു സീക്വൻസ് കാണിച്ചത് ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും ഒരു അങ്ങടുമില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു പ്രഷറൈസ്ഡ് സിറ്റുവേഷനിലാണ് റെനേറിയ. അതായത് വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ മക്കൾ ഫുള്ള് പോയി, അവർ ഐഡിയോളജിയിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് അല്ല എക്സ്പ്രഷനിൽ കൂടെ ഒക്കെ കാണിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അയൺ ത്രോണിൽ കയറി ആ ഒരു ക്യാരക്ടർ ഇരിക്കുന്നതും ആ ഒരു പ്രോപ്പർ സാധനം ഉണ്ടല്ലോ, ഒരു പ്രോപ്പർ കൺക്ലൂഷൻ അവർക്ക് അവർ എപ്പിസോഡിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ക്യാരക്ടർ അലിസെൻറ്റിന് കണ്ടിട്ട് ഉണ്ടാവുന്ന മൈന്യൂട്ടായിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് പോലും
ആ ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷനും ആ ഒരു ക്യാരക്ടറിൻ്റെ ആർക്ക് കൊണ്ടുപോകാനൊക്കെ അവർക്ക് പ്രോപ്പറായിട്ട് പറ്റിയിട്ടുണ്ട്. സോ പീക്ക് റൈറ്റിംഗ്, പീക്ക് മേക്കിംഗ് ആൻഡ് പീക്ക് ആക്ടിങ് കൂടി ആയിരുന്ന ഒരു എപ്പിസോഡായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ച്. ക്യൂൻസ് ലാൻഡിംഗ് എന്ന് പറഞ്ഞു ഈ ഒരു രണ്ടാമത്തെ എപ്പിസോഡ് നല്ലൊരു പോക്കാണ്, നല്ലൊരു ക്വാളിറ്റി പോക്കാണ് ഈ ഒരു സീസൺ 3ക്ക് ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് തുടരുമെന്ന് നോക്കാം. സോ ഇത്രയും കാര്യങ്ങളായിരുന്നു, പ്രത്യേകിച്ച് വലിയ സംഭവങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ നടന്നത്. ഇനി കുറേ നമുക്ക് ബാറ്റിൽസ് വരാനുണ്ട്. അതൊക്കെ ഇവരെങ്ങനെയായിരിക്കും ഇനി പിക്ചറൈസ് ചെയ്യാൻ പോകുന്നതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.